Hey. എവിടെ ഞങ്ങൾ പറമ്പിക്കുളം പോകും. ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ ഫാമിലി. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം 2 ട്രിപ്പ് പോകാൻ പറ്റും ആർക്കെങ്കിലും? പറ്റും. എനിക്ക് പറ്റും, അല്ല ഞങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ അതാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ പറമ്പിക്കുളം പോകാനായിട്ട് പാലക്കാട് വണ്ടി ബുക്ക് ചെയ്ത് ഈ ട്രാവലർ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബ്ലൂടൂത്തൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പാട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേ കയറി സീറ്റൊക്കെ പിടിച്ച് വണ്ടി ഇപ്പോൾ എടുക്കും. നമ്മളെവിടെ പോകണം? അതെ ഗൈസ്, പറമ്പിക്കുളം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോയൊരു വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചോന്ന് അറിയാൻ നിങ്ങൾ കാത്തിരിക്കുക. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായി പറമ്പിക്കുളത്തോട്ട് പോകുമ്പോൾ, കാരണം അവിടെ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആസ്ഥാനത്തായി പോയി. അതാണ് ഒരുപാട് പ്രതീക്ഷ നമ്മൾ വെക്കരുത്. അപ്പോൾ നമ്മുടെ ട്രാവലർ ഇതേ പാലക്കാട് മലനിരകളുടെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാനിയുടെ മമ്മി വീട്ടിലൊരു അണ്ണാൻകുഞ്ഞിനെ കളഞ്ഞിട്ടിരുന്നു കാട്ടിൽ നിന്ന്. അപ്പോൾ അതിനെ കൂട്ടി, കാരണം വീട്ടിൽ ഫുഡ് കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ ഈ പാലും ബിസ്ക്കറ്റും കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പറമ്പിക്കുളത്തേക്കുള്ള റൂട്ടിൽ നമ്മൾ ഒരുപാട് തെങ്ങിൻ തോപ്പുകളുണ്ട്. അതുപോലെ പിന്നെന്താ കണ്ടത്, പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ, ഗ്രാമങ്ങളാണ്. ഇതൊക്കെ അവിടെ തമിഴ്നാട് എത്തി നമ്മളിപ്പോൾ ഏകദേശം. ഇതാണ് നമ്മുടെ ഡ്രൈവർ ബ്രോ റിയാസ്, നമ്മുടെ അളിയൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടുത്തെ ഗ്രാമങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് കയറിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വണ്ടി ഇതേ ഈ റൂട്ടിലോട്ടൊന്ന് കയറി. അപ്പോഴാണ് അടിപൊളിയായിട്ടൊരു കാഴ്ച കണ്ടത്. റോഡിൻ്റെ 2 സൈഡിലും നല്ല വലിയ മരങ്ങൾ, നടുവിലൂടെ നല്ല കിടിലൻ റോഡും, നല്ല ബ്യൂട്ടിഫുൾ ഒരു റൈഡായിരുന്നു. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റ് എത്തി. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് തമിഴ്നാട് ഡിവിഷൻ്റെയാണ്. അത് കഴിഞ്ഞ് നമ്മളിത് വണ്ടി എടുത്ത് പിന്നെയും പോവാണ്. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. ഒരിക്കൽ മറ്റേ കല്ല് തുണിയിലക്കണ കല്ലിന്റെ അവിടെ വന്നിരുന്നിട്ടേ രാത്രി പപ്പ മൂത്രമൊക്കെ കഴിച്ചപ്പോ ഇതെന്തിന്റെ കണ്ണാണാവോന്ന് പപ്പ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മമ്മി പറഞ്ഞു വെറുതെ ടോർച്ചടിച്ച് നോക്കി, ചാക്കോവന്റെ ഫോൺ വിളിച്ചോണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ കൊടുത്തേനേറ് തലയൊക്കെ പൊളിഞ്ഞാണ്. അപ്പം ഞങ്ങൾ പറമ്പിക്കുളത്ത് പോയിട്ട് ആദ്യമായിട്ട് കണ്ട ഒരു മൃഗമാണിത് ഈ മയിൽ. മയിൽ ഒരുപാട് നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട്, എന്നാലും ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ട ഒരു മൃഗം ഇതേ മയിൽ. ഇത് 2ാമത്തെ മയിൽ. ഇനിയൊരു മൃഗത്തേനും കൂടി നമ്മളിവിടെ കാണും. അതാണ് ഈ പറമ്പിക്കുളത്ത് വന്നിട്ട് നമ്മൾ കണ്ട ആകെ മൃഗങ്ങൾ. റിയാസ് വിട്ടോ വണ്ടി വിട്ടോ. ആമസോൺ കാടല്ല പൊട്ടത്, പറമ്പിക്കുളം ടൈഗർ റിസർവിൽ എത്തിയിരിക്കുന്നു. ഇതിപ്പോ 2ാമത്തെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ സ്ഥലത്ത് എത്തിയേക്കണം. ഇവിടെ നിന്നും ചെക്ക് ചെയ്യുമെന്നാ പറയണത്. നമ്മളൊരു അതെ, കരിഞ്ചരങ്ങന്മാരെ നമ്മൾ കണ്ടു, നിന്റെ കൂട്ടന്മാരെ നേരത്തെ. മാമനും പിള്ളേരും ഇത് ഏതോണ്ടിയാ? ഈ കിടക്കണ ഏതോണ്ടിയാ? ഇത് ആ ഒമ്പോ. ഓ, ഇവിടെ അപ്പോൾ കുറേ പേര് ഇങ്ങനത് ഞങ്ങളെപ്പോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഇത് സിമെൻറ്റിലുണ്ടാക്കിയാണെന്നുണ്ട്. ഇതൊക്കെ ഈ ഗോപുരം പോലെ സംഭവങ്ങളൊക്കെ ഇപ്പുറത്തുണ്ട്, അവിടെയുണ്ട് അതുപോലെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 2ാമത്തെ ചെക്ക് പോസ്റ്റാണ് പറഞ്ഞോളൂ. ഇത് കേരള ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി 2ാമത് ചെക്ക് ചെയ്യും. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കൂടി പോയി കഴിയുമ്പോഴാണ് സഫാരി എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പറമ്പിക്കുളം ട്രിപ്പ് പോയത് നിങ്ങൾ കണ്ടിപ്പോൾ. ഞാൻ പറയുകയാണെങ്കിൽ മനുഷ്യമാകമായിരുന്നു. ഇതുപോലെ മനുഷ്യനെ ഉമ്പിക്കണ ഒരു ട്രിപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ മനുഷ്യനെ പറ്റിക്കണ വേറെ ട്രിപ്പ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതായത് ഞങ്ങൾ പാലക്കാട് നെന്മാറ ആ വഴി റൂട്ടിലാണ് പറമ്പിക്കുളം കയറിയത്.
അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു തമിഴ്നാടിൻ്റെ. അവിടെ നമ്മൾ ഒരു 13 പേർക്ക് 740 രൂപ കൊടുത്തിട്ടാണ് അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് പോയത്. അത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അവിടെ പിന്നെയും നമ്മളൊരു 440 രൂപ ഇത്രയും പേർക്ക് കൊടുത്തു വീഡിയോ ക്യാമറ അടക്കം. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ പിന്നെയും അവർ പറയണത് എന്താണ് സഫാരിയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ വണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം, ട്രാവലറാണെങ്കിലും എന്ത് വണ്ടിക്കാണെങ്കിലും അതിന് പോകാം. പക്ഷേ ഒരാൾക്ക് 400 രൂപ വെച്ച് പിന്നെ കൊടുക്കണോ? അതല്ല, ഇനിയിപ്പോൾ അവരുടെ സഫാരി എടുക്കണമെങ്കിൽ ഒരാൾക്ക് 500 വെച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, നിർത്തിക്കോ പരിപാടി. അപ്പോൾ നമ്മൾ വണ്ടി റെൻറ്റിനടുത്തൊക്കെയാണ് അവിടം വരെയും പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാവരും പറഞ്ഞു വേണ്ട, അത് വേണ്ട, നഷ്ടമായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു. നമ്മളെന്ത് ചെയ്തു, നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നു. നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലമുണ്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, നെന്മാറ പയ്യാങ്കോട് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു പുഴയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് ഇന്നത്തെ ട്രിപ്പ്. എന്തായാലും ഇത്തിരി ശോകമായി പോയി, പ്രതീക്ഷ അത്ര നന്നായില്ല. അപ്പോൾ നമ്മൾ പുഴയിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ അവിടെ പോയിട്ടാണ് പോയി. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇതേ ഒരു 2ാമത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പുഴയാണ്. പുഴയെന്ന് പറയുമ്പോൾ ഈ ഉരുളങ്കല്ലും അങ്ങനെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പുഴ. അപ്പോൾ അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാണ് അങ്ങോട്ടേക്ക് അളിയൻ്റെ പിക്കപ്പ് വണ്ടിയുടെ മുകളിൽ ബാക്കിലിരുന്നാണ് ഞങ്ങൾ പോകുന്നത്. പുറകിൽ കൂടി ഏത് വണ്ടിക്ക് വരുന്നുണ്ട്. അയ്യോ, ഇതിലധികം ചാർജില്ല. അപ്പോൾ നമ്മൾ ഇനി പുഴയിൽ ചെന്നിട്ടാളാം. അതേ കുറേ ആട്ടിൻകൂട്ടങ്ങൾ. അയ്യോ, കുരിഞ്ഞിക്കണം, ഫുള്ള് കുരിഞ്ഞിക്കണം. മര ചെടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മളിപ്പോൾ ഓടിച്ചു നമ്മളിപ്പോൾ ഓടിയത് ഒരു കൊടുങ്കാട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും റബ്ബർ മരങ്ങൾ, നടുവിൽ ഞങ്ങൾ അല്ലേ. നീ എന്താ പറഞ്ഞ? ഇങ്ങോട്ട് നോക്കിയ നീ എടാ, ഇങ്ങോട്ട് നോക്കിയടാ, ഇങ്ങോട്ട് നോക്കടാ, ഇവിടെ നോക്കടാ. ഹലോ, ആളെന്താ ഐസ് കണ്ടോ? ഞാൻ പറഞ്ഞ പോലെ 2 സൈഡിലും റബ്ബറാണ്. അപ്പോൾ നമ്മൾ മറ്റേ ട്രിപ്പിൻ്റെ ക്ഷീണം ഇവിടെ വന്ന് തീർക്കാൻ പോവാണ്. ഇവിടെ പുലിയുള്ള സ്ഥലം എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. പുലി, കാട്ടുപോത്ത്, പിന്നെന്താണ് ഹയന, എന്താണ് നീ എന്താ പറഞ്ഞ? റോഡ് തീർന്നു, ഇവിടുന്ന് റോഡ് തീർന്നട്ടാ, റോഡില്ല ഇനി മൊത്തം. ഇങ്ങനത്തെ റോഡാണ് ഫുൾ അങ്ങോട്ട്. ഇവിടെ ഗ്യാപ്പിലേക്ക് കൂടി നോക്കിയാൽ നമുക്ക് മറ്റേ മലയുടെ ചെറിയ കഷ്ണങ്ങളാണ് അവിടെ. എല്ലാവരും പിന്നെ ഇത് ശരിക്കും ഒരു ഹിഡൻ സ്പോട്ടാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, നിറച്ച് ബൈക്കുകൾ അവിടെ ഇരിക്കണം. ഞായറാഴ്ച ആയതുകൊണ്ടാണ് അളിയൻ പറയുന്നത്. നമ്മളെ സ്പോട്ടിലെത്തി. നേരത്തെ പറയാൻ മറന്നുപോയി, വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം തിരിച്ചിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, എല്ലാം KL വണ്ടികളാണ്. ശരിക്കും ഒരു ഹിഡൻ സ്പോട്ടാണ് ഇവിടെ ഉള്ള നെന്മാറ പയ്യാങ്കോട് അടുത്തുള്ളത്. നമ്മൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം, ഒഴുകുന്ന വില പറഞ്ഞു നോക്കട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണ ഫാമിലീസൊക്കെ ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകുന്നു. ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പുഴ ഒഴുകുന്നു, പുറത്ത് റബ്ബർ. നമ്മളിതിലേക്കൂടി ഇങ്ങനെ പോകാം.
നല്ല ഫ്രഷ് വെള്ളം. നമുക്കിത് ഇവിടെ ഇരുന്നാ പോരെ. നീ വിളിക്കണ്ട. ഇത് പിടിച്ച് അപ്പോൾ അതേ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. അതാണ് പരിപാടി. വേറെ പരിപാടിയൊന്നുമില്ല. മറ്റേ ട്രിപ്പിനെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആദ്യമേ വന്നാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ അവിടെ നിന്നൊക്കെ ഉരുള് പൊട്ടി വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം. മഴയൊക്കെ പെട്ടെന്ന് പെയ്ത് കഴിഞ്ഞപ്പോഴും വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സ്ഥലമാണ്. പെട്ടെന്ന് ഡേഞ്ചർ ആവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ ഇവിടെ. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ വെള്ളത്തിലേക്ക് കിടന്ന് ആറാടി എന്നിട്ട് റിലാക്സ് ആയിട്ടാണ് വീട്ടിൽ പോയത് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ട്രിപ്പിൻ്റെ ക്ഷീണം മാറിയത് ഇപ്പോഴാണ്. ആ ഒരു വിഷമം അങ്ങോട്ട് മാറി കിട്ടി ഇവിടെ വന്നപ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.